വിധങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനടുത്താണ് യാഗപീഠം സ്ഥാപിച്ചിരുന്നത്. അർപ്പകൻ യാഗമൃഗത്തെ സമാഗമന കൂടാരത്തിൻ്റെ വാതിലിലേക്ക് കൊണ്ടുവരും. യാഗമൃഗത്തെ കൊണ്ടുവരുന്നയാൾ മൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കും. അതിലൂടെ തനിക്ക് വേണ്ടി മരിക്കാൻ പോകുന്ന മൃഗത്തിൻ്റെ മരണത്തിന് താനാണ് അർഹനെന്ന് അർപ്പകൻ സമ്മതിക്കുന്നു. യാഗപീഠത്തിൻ്റെ വടക്കുഭാഗത്ത് വെച്ച് അവൻ സ്വന്തം കൈകൊണ്ട് മൃഗത്തെ കൊല്ലും. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 4, 5, 11 വാക്യങ്ങൾ, 3:2, 8 വാക്യങ്ങൾ, 6-ാം അധ്യായം 25-ാമത്തെ വാക്യം, 7-ാം അധ്യായം 2-ാമത്തെ വാക്യം. വിശുദ്ധ മന്ദിരത്തിലെ നിത്യേനയുള്ള ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട യാഗങ്ങളിലും ഉത്സവകാലത്ത് സർവ്വജനത്തിനു വേണ്ടി നടത്തുന്ന യാഗങ്ങളിലും പുരോഹിതന്മാർ തന്നെ യാഗമൃഗത്തെ കൊല്ലുകയും തോലുരിക്കുകയും കഷണങ്ങളായി നുറുക്കുകയും ചെയ്യും. യാഗമൃഗത്തിൻ്റെ രക്തം പുരോഹിതൻ ഒരു പാത്രത്തിലെടുത്ത് അതിൽ കുറച്ച് യാഗപീഠത്തിൻ്റെ പാർശ്വങ്ങളിലോ കൊമ്പുകളിലോ സുഗന്ധ ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിലോ പെട്ടകത്തിൻ്റെ മേലോ തളിച്ച ശേഷം ബാക്കി വരുന്ന രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിലൊഴിക്കും. ലേവ്യ പുസ്തകം 29-ാം അധ്യായം 12-ാം വാക്യം, ലേവ്യ പുസ്തകം 4-ാം അധ്യായം 17, 18 വാക്യങ്ങൾ. അർപ്പകൻ യാഗമൃഗത്തിൻ്റെ തോലുരിച്ച് അതിനെ കണ്ണം കണ്ണമായി മുറിക്കും. ലേവ്യ പുസ്തകം 1:6, 8:20. യാഗപീഠത്തിൽ വെച്ച് അതിനെ പൂർണ്ണമായോ അതിൻ്റെ മേധസ് മാത്രമോ ദഹിപ്പിക്കും. ശേഷിക്കുന്ന മാംസം പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ദഹിപ്പിക്കും. അതിനുശേഷം ഇതിനെ പുരോഹിതന്മാർ അഥവാ ഭാഗികമായി പുരോഹിതനും ഭാഗികമായി അർപ്പകനും ഭക്ഷിക്കും. പ്രാവുകളെയാണ് യാഗം കഴിക്കുന്നതെങ്കിൽ പുരോഹിതൻ അതിൻ്റെ തല പിരിച്ചു പറിച്ച് അതിൻ്റെ രക്തം യാഗപീഠത്തിൻ്റെ പാർശ്വത്തിങ്കൽ പിഴിഞ്ഞുകളയും. അതിനുശേഷം അതിൻ്റെ തീൻപണ്ടം മലത്തോടുകൂടെ പറിച്ചെടുത്ത് വെണ്ണീറിടുന്ന സ്ഥലത്ത് ഇടും. തലയും ഉടലും യാഗപീഠത്തിൽ ദഹിപ്പിക്കും. ലേവ്യ പുസ്തകം 1:15. ഹോമയാഗവുമായി ബന്ധപ്പെട്ട ഭോജനയാഗത്തിൽ എണ്ണയുടെയും മാവിൻ്റെയും ഭാഗവും ധാന്യത്തിൻ്റെ കതിരും ദോശയും ധൂപവസ്തുക്കളോടൊപ്പം യാഗപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം. ബാക്കി ഭാഗം പുരോഹിതനുള്ളതാണ്. അത് അയാൾ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച് പുളിപ്പില്ലാതെ ഭക്ഷിക്കണം. ലേവ്യ പുസ്തകം 2-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ, 10-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ, 6-ാം അധ്യായം 9 മുതൽ 11 വരെയും 7-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളും. സ്തോത്രയാഗവുമായി ബന്ധപ്പെട്ട ഭോജനയാഗത്തിൽ ഒരു ദോശ യഹോവയ്ക്ക് നീരാജനാർപ്പണം ചെയ്യണം. ഈ ദോശ രക്തം തളിക്കുന്ന പുരോഹിതന് അവകാശപ്പെട്ടതാണ്. ലേവ്യ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. യാഗത്തിൻ്റെ ബാക്കി ഭാഗം വഴിപാടുകാരൻ ഭക്ഷിക്കണം. അടുത്ത എപ്പിസോഡിൽ വിവിധ യാഗങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം.